സിവിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ MCQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രകാരം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും RCC നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. RCCന്റെ MCQ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ഒരു പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെങ്കിലും വേണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു MCQ സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിക്കലൊരു ബുക്ക് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ അല്ലേ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്ന സമയത്ത് ഓപ്ഷൻസും വായിക്കും, എന്നിട്ട് നിങ്ങൾക്ക് അത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസർ കേൾക്കുക. അല്ലാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യം മൈൻഡിൽ സെറ്റ് ആവില്ലേ. അങ്ങനെ ആവരുത്. നിങ്ങൾ സ്വന്തം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോയെന്ന്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എൻഡ് സപ്പോർട്ട്സ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ വരുന്നത് 0, ഓപ്ഷൻ ബി വരുന്നത് മാക്സിമം, ഓപ്ഷൻ സി മിനിമം, ഓപ്ഷൻ ഡി യൂണിഫോം അല്ലേ. ഏതാണ് ആൻസർ വരിക? വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എൻഡ് സപ്പോർട്ട്സ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, 0 ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മാക്സിമം ഷിയർ അല്ലേ, വാട്ട് ഈസ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് വെൻ എ കാന്റിലിവർ ബീം ഈസ് ലോഡഡ് വിത്ത് UDL ത്രൂ ഔട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ W/L, ഓപ്ഷൻ ബി WL, ഓപ്ഷൻ സി W, ഓപ്ഷൻ ഡി WL² അല്ലേ. ഏതാണ് ആൻസർ വരിക? വാട്ട് ഈസ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് വെൻ എ കാന്റിലിവർ ബീം ഈസ് ലോഡഡ് വിത്ത് UDL ത്രൂ ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, WL ആണ് അല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ട് അപ്പം വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ടൈം ആലോചിക്കുക അല്ലേ. നമ്മൾ എക്സാം ഹോളിലാണ് നമ്മൾ ടൈം നമുക്ക് ആലോചിക്കാൻ ഇല്ലാത്തത് അല്ലേ. ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് പിന്നെ എക്സാം എഴുതി ടൈം മാനേജ് കൊണ്ടുവന്നാലും മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡാഷ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് അല്ലേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ട്രസ്, ഓപ്ഷൻ ബി കോളം, ഓപ്ഷൻ സി ബീം, ഓപ്ഷൻ ഡി സ്ട്രട്ട് അല്ലേ. ഏതാണ്? ഡാഷ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് അല്ലേ. ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ഏതാണ് വരിക? ബീം ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? ഫിക്സ്ഡ് ബീം ഈസ് ഓൾസോ നോൺ ആസ്, ഫിക്സ്ഡ് ബീം ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ എൻകേസ്ഡ് ബീം, ഓപ്ഷൻ ബി ടൈ ബീം, ഓപ്ഷൻ സി ബിൽറ്റ് ഓൺ ബീം, ഓപ്ഷൻ ഡി റിജിഡ് ബീം അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഫിക്സ്ഡ് ബീം ഈസ് ഓൾസോ നോൺ ആസ് അല്ലേ. ഫിക്സ്ഡ് ബീം ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ അല്ലേ, എൻകേസ്ഡ് ബീം ആണ്. നോക്കി വെക്കുക. ഓപ്ഷൻ എ എൻകേസ്ഡ് ബീം ആണ് ഫിക്സ്ഡ് ബീമും അറിയപ്പെടുന്നത് അല്ലേ, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ബീം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നോക്കി വെക്കുക ആൾട്ടർനേറ്റീവ് നെയിംസ് ഒക്കെ വരുന്ന സമയത്ത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് വരുന്നത്? UDL സ്റ്റാൻഡ്സ് ഫോർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എല്ലാം സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിരിക്കും കേട്ടോ. അപ്പം ഓപ്ഷൻ എ UDL സ്റ്റാൻഡ്സ് ഫോർ എന്നാണ്. UDLന്റെ ഫുൾ ഫോം അല്ലേ. ഓപ്ഷൻ എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഓപ്ഷൻ ബി യൂണി ആക്സിയൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഓപ്ഷൻ സി യൂണിഫോംലി ഡെവലപ്ഡ് ലോഡ്, ഓപ്ഷൻ ഡി യൂണിഫോംലി ഡൈല്യൂട്ടഡ് ലെങ്ത് അല്ലേ. ഏതാണ് ആൻസർ വരിക?
UDL സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് അല്ലേ? അത് UDL എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരേണ്ട കാര്യമാണ്. അതൊക്കെ ബേസിക്സ് ആണല്ലേ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് അല്ലേ UDL സ്റ്റാൻഡ് ചെയ്യുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ ബീം വിച്ച് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഇറ്റ് സപ്പോർട്ട്സ് ക്യാൻ ബി ടേംഡ് ആസ്. ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കാൻഡിലിവർ ബീം, ഓപ്ഷൻ ബി ഐസൊലേറ്റഡ് ബീംസ്, ഓപ്ഷൻ സി ഓവർഹാങ്ങിങ് ബീം, ഓപ്ഷൻ ഡി ഓവർ സ്പാൻ ബീം അല്ലേ? A beam which extends beyond its supports can be termed as അല്ലേ? ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരിക അല്ലേ? അതിൻ്റെ സപ്പോർട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുക? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എ ബീം വിച്ച് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഇറ്റ് സപ്പോർട്ട്സ് ക്യാൻ ബി ടേംഡ് ആസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓവർ ഹാങ്ങിങ് ബീം ആണ് അല്ലേ? ഓവർ ഹാങ്ങിങ് ബീം ആണ്. എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഇറ്റ് സപ്പോർട്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിട്ടുള്ളത് ഷിയർ ഫോഴ്സ് അല്ലേ? ഷിയർ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഷിയർ ഫോഴ്സ് ഈസ് അൺബാലൻസ്ഡ് ഡാഷ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ യൂണിഫോം ഫോഴ്സ്, ഓപ്ഷൻ ബി ഇൻക്ലൈൻഡ് ഫോഴ്സ്, ഓപ്ഷൻ സി വെർട്ടിക്കൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലേ? ഷിയർ ഫോഴ്സ് ഈസ് അൺബാലൻസ്ഡ് ഡാഷ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 7th ക്വസ്റ്റ്യൻ അല്ലേ? 7th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വെർട്ടിക്കൽ ഫോഴ്സ് ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ്? ഹോഗിങ് ഈസ് ഡാഷ് അല്ലേ? ഹോഗിങ് ഈസ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹോഗിങ്? ഹോഗിങ്ങിൽ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ഓപ്ഷൻ ബി പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ഓപ്ഷൻ സി നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി പോസിറ്റീവ് ഷിയർ ഫോഴ്സ് അല്ലേ? ഏതാണ് ഹോഗിങ് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോഗിങ് ഏതാണ് വരിക? ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ? ഹോഗിങ് ഈസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് അല്ലേ? നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഹോഗിങ് ഈസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി മാക്സിമം, ഓപ്ഷൻ ഡി യൂണിഫോം അല്ലേ? അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ അല്ലേ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൽ ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ഏതാണ് ആൻസർ വരുന്നത്? 0 ആണ് അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഫോർ a simply supported beam the moment at the support is always option A cannot be determined, option B minimum, option C 0, option D maximum അല്ലേ? ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. ദ മൊമെന്റ് അറ്റ് ദ സപ്പോർട്ട് ഈസ് ഓൾവേസ് 0 ആയിരിക്കും അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം BMD അല്ലേ? ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓപ്ഷൻ ബി ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്, ഓപ്ഷൻ സി മാക്സിമം ബെൻഡിങ്, ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഓഫ് ലോഡ് അല്ലേ? ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ വരുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ഇൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇഫ് നോ ലോഡ് ആക്ട്സ് ബിറ്റ്വീൻ ടു സെക്ഷൻസ് ദെൻ ഇറ്റ് ഈസ് represented by in bending moment diagram if no load acts between two sections then it is represented by dash എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ ഓപ്ഷൻ എ വെർട്ടിക്കൽ ലൈൻ, ഓപ്ഷൻ ബി ഇൻക്ലൈൻ ലൈൻ, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ് അല്ലേ?
ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക ഇൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇഫ് നോ ലോഡ്സ് ആക്ട് ബിറ്റ്വീൻ ടു സെക്ഷൻസ് ദെൻ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇൻക്ലൈൻഡ് ലൈൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ ഡയഗ്രാം വിച്ച് ഷോസ് ദ വേരിയേഷൻ അല്ലേ. A diagram which shows the variations of the axial load for all sections of the span of a beam is called option A shear force diagram, option B stress diagram, option C bending moment diagram, option D thrust diagram അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എ ഡയഗ്രാം വിച്ച് ഷോസ് ദ വേരിയേഷൻസ് ഓഫ് ദ ആക്സിയൽ ലോഡ് ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് ദ സ്പാൻ ഓഫ് എ ബീം ഈസ് കോൾഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ത്രസ്റ്റ് ഡയഗ്രാം ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ത്രസ്റ്റ് ഡയഗ്രാം ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. At the point of contraflexure, the shear force in the shear force diagram will be ഓപ്ഷൻ എ മിനിമം, ഓപ്ഷൻ ബി മാക്സിമം, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി ലീനിയർ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. മാക്സിമം ആണ് ആൻസർ വരിക. The point of contraflexure, the shear force in the shear force diagram will be maximum. Okay, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് ചോദിച്ചിട്ടുള്ളത്? മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് എ UDL ഓവർ എൻറ്റയർ ലെങ്ത് വിൽ ബി. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ WL, ഓപ്ഷൻ ബി WL/2, ഓപ്ഷൻ സി WL/8, ഓപ്ഷൻ ഡി WL/4 അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് UDL ഓവർ എൻറ്റയർ ലെങ്ത് വിൽ ബി WL/2 ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. WL/2 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. Within elastic limit in a loaded material stress is അല്ലേ. സ്ട്രെസ് ഈസ് എന്താണ്? ഓപ്ഷൻ എ വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്, ഓപ്ഷൻ ബി ഈക്വൽ ടു സ്ട്രെയിൻ, ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇൻ എ ലോഡഡ് മെറ്റീരിയൽ സ്ട്രെസ് ഈസ് ഏതാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് അല്ലേ. പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് എന്താണ്? ഓപ്ഷൻ എ ബൾക്ക് മോഡുലസ്, ഓപ്ഷൻ ബി മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഓപ്ഷൻ സി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ഡി പോയ്സൺസ് റേഷ്യോ അല്ലേ. ഏതാണ്? ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് ഏതാണ് ആൻസർ വരുന്നത്? ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 17 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹുക്സ് ലോ ഹോൾഡ് ഗുഡ് അപ് ടു അല്ലേ. ഹുക്സ് ലോ ഹോൾഡ്സ് അപ് ടു ഏത് ലിമിറ്റ് വരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ സി ഈൽഡ് പോയിന്റ്, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഹുക്സ് ലോ ഹോൾഡ് ഗുഡ് അപ് ടു ഏത് ലിമിറ്റ് വരെയാണ് വരുന്നത്? ഹുക്സ് ലോൻ്റെത് ഹുക്സ് ലോ അല്ലേ. ഇപ്പം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെയാണ് അല്ലേ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. The property of a material by virtue of which a body returns to its original shape after removal of the load is known as. Options വായിക്കാം. ഓപ്ഷൻ എ റെസിലിയൻസ്, ഓപ്ഷൻ ബി ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ സി പ്ലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ഡി ഡക്റ്റിലിറ്റി അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ അല്ലേ. ബൈ വിർച്യൂ ഓഫ് വിച്ച് എ ബോഡി റിട്ടേൺസ് ടു ഇറ്റ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ദ ലോഡ് അല്ലേ. ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക്
റിട്ടേൺ ചെയ്യുന്നത് അല്ലെ, ആ ഒരു പ്രോപ്പർട്ടീനെ എന്താണ് പറയുക, ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി അല്ലെ. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ വരുന്നത്. എലാസ്റ്റിസിറ്റി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. The work done in producing strain on a material per unit volume is called ഏതാണ്? ഓപ്ഷൻ എ പ്ലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി റെസിലിയൻസ്, ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ഡി ഇലാസ്റ്റിസിറ്റി അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ചോദിച്ചിട്ടുള്ളത്. The work done in producing strain on a material per unit volume is called അല്ലെ. ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് അല്ലെ, റെസിലിയൻസ് എന്നാണല്ലേ നമ്മൾ ഇതിനെ പറയുക. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? The work done in producing strain on a material per unit volume is called resilience അല്ലെ. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. The property by virtue of which a material can be beaten into plates is called അല്ലെ. ആ ഒരു ടേം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പ്ലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി മാലിബിലിറ്റി, ഓപ്ഷൻ സി റെസിലിയൻസ്, ഓപ്ഷൻ ഡി ഡക്റ്റിലിറ്റി അല്ലെ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത്? ദ പ്രോപ്പർട്ടി ബൈ വിർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി ബീറ്റഡ് ഇൻ ടു പ്ലേറ്റ്സ് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു അടിച്ചു പരത്താനുള്ള ഒരു കഴിവിന് നമ്മൾ എന്താണ് പറയുക? മാലിബിലിറ്റി എന്നാണ് അല്ലെ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാലിബിലിറ്റി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ വരുന്നത് ദ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ റോഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ ഫ്രം ദ ലോവർ എൻഡ് എന്നാണ് ഫസ്റ്റ് ടേം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് എന്താണ്? elongation produced in a rod by its own weight which is rigidly fixed at the upper end and hanging is equal to the produced by a load half its weight applied at the end എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ മെറ്റീരിയൽ എക്സ്പാൻഡ്സ് ഫ്രീലി ഡ്യൂ ടു ഹീറ്റിംഗ് ഇറ്റ് വിൽ ഡെവലപ്പ് തേർമൽ സ്ട്രെസ്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ഡി എന്താണ്? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് ഹാവിംഗ് ദ സെയിം യൂണിറ്റ് ആസ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്? നിങ്ങളത് വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് കറക്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം എടുത്ത് ആൻസർ ചെയ്താലും കുഴപ്പമില്ല അല്ലേ. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓരോ പോയിന്റ്സ് എന്താണെന്ന് ക്ലിയർ ആക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യുക. അപ്പം ഇവിടെ ആൻസർ ഏതാണെന്ന് ഞാൻ പറയാം. ഇവിടെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. ഇവിടെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, നമുക്ക് തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പം വായിച്ചപ്പോൾ തന്നെ ചില ആളുകൾക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈം എടുത്തിട്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പോൾ ഒരുപാട് കാണുന്നത്. അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനോടുള്ള ഒരു അപ്രോച്ച് മാറും. നിങ്ങൾ പിന്നെ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആവും. അപ്പം ഇതുപോലെ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യുക. അപ്പം തന്നെ ഉള്ളൂ അത് റെഡിയായി വരാം. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇഫ് മെറ്റീരിയൽ എക്സ്പാൻഡ്സ് ഫ്രീലി ഡ്യൂ ടു ഹീറ്റിംഗ് ഇറ്റ് വിൽ ഡെവലപ്പ് തേർമൽ സ്ട്രെസ് ആണ് അല്ലേ. ആ ഒരു ഹീറ്റിങ്ങും തെർമലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് അല്ലേ. ദ ബീം ഹാവിംഗ് 1 end ഫ്രീ ആൻഡ് 1 end ഫിക്സ്ഡ് ഈസ് കോൾഡ്. ഏത് ബീമാണ് വരുന്നത്? ഓപ്ഷൻ എ ഓവർഹാങ്ങിങ് ബീം, ഓപ്ഷൻ ബി സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓപ്ഷൻ സി കാൻഡിലിവർ ബീം, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ബീം അല്ലേ. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 1 end അല്ലേ, 1 end ഫ്രീയും 1 end ഫിക്സഡും അല്ലേ. 1 end ഫിക്സഡ് ആയിട്ട് 1 end ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ബീമിന് നമ്മൾ പറയുന്നത് എന്താണ്? കാൻഡിലിവർ ബീമാണ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ
സി ആണ് കാൻഡിലീവർ ബീമാണ് അല്ലേ. എല്ലാ ബീമും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും. ഓരോന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സിംപ്ലി സപ്പോർട്ടഡ് എന്താണ്, ഓവർ ഹാങ്ങിങ് എന്താണ്, കണ്ടിന്യൂസ് എന്താണെന്നൊക്കെ ഈ ടൈമിൽ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. 24 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ്. എന്താണ് ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്? ഓപ്ഷൻ എ സ്ട്രെയിൻ, ഓപ്ഷൻ ബി സ്ട്രെസ്, ഓപ്ഷൻ സി ഫോഴ്സ്, ഓപ്ഷൻ ഡി ഇലാസ്റ്റിസിറ്റി അല്ലേ. ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്തിന് നമ്മൾ പറയുന്നതാണ് സ്ട്രെയിൻ അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. When a section അല്ലേ, when a section is subjected to two equal and opposite forces tangentially to the section, the stress produced is known as option A compressive stress, option B lateral stress, option C tensile stress, option D shear stress അല്ലേ. ഏതാണ് ആൻസർ വരിക? when a section is subjected to two equal and opposite forces ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. two equal and opposite forces tangentially to the section ആണ്. ആ സമയത്ത് the stress produced അല്ലേ, ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഷിയർ സ്ട്രെസ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഷിയർ സ്ട്രെസ് ആണ് ആൻസർ വരുന്നത്. ഒന്നുകൂടെ വായിക്കാം. when a section is subjected to two equal and opposite forces tangentially to the section, the stress produced is known as shear stress ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 25 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ 25 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇപ്പോൾ എക്സാം ആയിട്ടാണ് അറ്റൻഡ് ചെയ്തതെങ്കിൽ എത്ര പോസിറ്റീവ്, നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ അല്ല 25ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടി, എത്ര മാർക്ക് നെഗറ്റീവ് കിട്ടി, നിങ്ങൾ തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യുക അല്ലേ. ഇപ്പം മാർക്ക് ഇടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1/3 അല്ലേ. നിങ്ങൾക്ക് ഇപ്പം 3 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് പോകും അല്ലേ. അപ്പം അതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് 25ൽ എത്ര എണ്ണമാണ് ശരിയായതെന്നുള്ളത് നോക്കുക അല്ലേ. അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് 24 ക്വസ്റ്റ്യൻ ആണ്. 24ൽ നിങ്ങൾക്ക് 21 എണ്ണം ശരിയായി, ബാക്കി 3 എണ്ണം തെറ്റില്ലേ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ 3 എണ്ണം തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് 1 മാർക്ക് പോകും. അപ്പം ഈ 21 എന്നുള്ളത് 20 മാറും അല്ലേ. അപ്പം നിങ്ങൾ എക്സാം ചെയ്ത് നോക്കുന്ന സമയത്തും ഇങ്ങനെ നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് തന്നെ വെക്കുക. കാരണം നമുക്ക് PSCയിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട് അല്ലേ. അപ്പം അതേ രീതിയിൽ തന്നെ കാണുക. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൽ 20 ആണ്. എന്നിട്ട് ബാക്കി ആ തെറ്റിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് എവിടെയാണ് തെറ്റിയിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നുള്ളത് സ്വന്തം വിലയിരുത്തി ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും സെക്ഷൻസും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് പിന്നെ നമ്മൾ മൊത്തത്തിലൊരു എക്സാം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ ചെറുതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയതായിട്ടുള്ള ഡ്രീംസ് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പോർഷൻസും പഠിച്ച് റിവിഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ സ്കോർ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.